നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചാനലെല്ലാം തന്നെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിനെയും തൊട്ട് മുൻപായിട്ട് ചാനലെല്ലാം കയറി ഇറങ്ങി അദ്ദേഹം ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുക്കും. എല്ലാത്തിനും ഒരേ ചോദ്യം, ഏകദേശം ഒരേ ഉത്തരം പോലെയൊക്കെ തന്നെ വരുന്നത് നമുക്ക് കാണാം. ചില മാധ്യമങ്ങളിൽ മാത്രമാണ് വേറിട്ട ചോദ്യം വരികയും വേറിട്ടത് വൈറലാവുകയും ജനങ്ങൾ ചോദിക്കണമെന്ന് കരുതിയിരുന്ന വാർത്തകൾ വരികയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോദ്യം വരികയും ഒക്കെ ചെയ്യുന്നത്. അതിലൊന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പ് പിടിച്ചിരുന്നത്. അത് ഏതായാലും 8 നിലയിൽ പൊട്ടിയ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മുഖ്യൻ ഇതുവരെയും ഇല്ലാത്ത തരത്തിലൊരു ചിരിയും സന്തോഷവും ഒരു ചേർത്ത് പിടിക്കലും ഒക്കെ തന്നെ മുഖംമൂടിയിൽ ഒന്നാണ്. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചാലും മനുഷ്യന്റെ യഥാർത്ഥ സ്വത്വം, അല്ലെങ്കിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ തനിക്കുണം പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ആ മുഖ്യന്റെ തനിക്കുണം പുറത്തു വന്ന നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം കോന്നിയിൽ സംഭവിച്ചത്. കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ഒരാളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മറുപടി കൊടുത്ത പിണറായിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാർ. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കവെയാണ് CMA ഒരു ചോദ്യം എന്ന് കേട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഈ പ്രതികരണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കടുത്ത വാക്കുകളിലെ രണ്ടാമത്തെ സംഭവമാണ് ഇത്. ഇതിനു മുൻപ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം എന്ന പരാമർശം വലിയ വിവാദമായിരുന്നു. ടെലിവിഷൻ അഭിമുഖത്തിലാണ് സുധാകരൻ കാണിച്ച വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പഴയ പരനാറി പ്രയോഗമുണ്ടാക്കിയ വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴും സുധാകരൻ ചെയ്തതിനെ കുറിച്ച് പറയാൻ തന്റെ നിഘണ്ടുവിലെ വേറെ വാക്കുകളില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സുധാകരൻ എത്തുകയും ചെയ്യും. അച്ഛനും അമ്മയും ഇട്ട പേരാണ് സുധാകരൻ, അത് മാറ്റി സുധാകരൻ എന്ന് വരെ വിളിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി എനിക്ക് പുതിയൊരു പേരിട്ടു, ചെറ്റ. ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ചെറ്റപ്പുരയിൽ താമസിക്കുന്നവരെയാണ് അദ്ദേഹം അപമാനിച്ചതെന്നാണ് സുധാകരൻ പറഞ്ഞത്. പോടോ ചെറ്റെ എന്നൊരു പ്രയോഗവും ഉണ്ടെന്നും ഭാഷയുടെ അർത്ഥധാരകൾ മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി ഈ പദം ഉപയോഗിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ പാടില്ല എന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. താൻ മുഖ്യമന്ത്രിയെ ഒന്നും വിളിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നും ഇത്തരം പ്രയോഗങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഇത് കേസിന് പോയാൽ പ്രശ്നമാകുമെന്നും കോൺഗ്രസിന് സന്തോഷിക്കാമെന്നും പിണറായി ആളെ കൂട്ടി വോട്ട് വിളിച്ചു തരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. നേരത്തെ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതും വലിയ വിവാദമായിരുന്നു. എന്നാൽ ഈ സംഭവ വികാസങ്ങളൊക്കെ ഇറങ്ങേറുമ്പോൾ ഒരു ന്യായീകരണ മിഴുകൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം കടുത്ത വാക്കുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പത്തനംതിട്ട കോന്നിയിൽ ഇടത് കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി ഏറെ വിവാദമാകുമ്പോൾ, വോട്ട് ചോദിക്കാൻ ഇടത് സഖാക്കൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ എന്ന മറുചോദ്യവുമായാണ് വിഷയം കത്തിക്കയറുന്നത്. പ്രതിപക്ഷം തന്നെയാണ് ഈ ഒരു ചോദ്യവും ചോദിക്കുന്നത്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് സദസ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞയാളെ കണ്ടെത്തിയിരിക്കുകയാണ്. അട്ടച്ചക്കാൽ ഈസ്റ്റ് മുക്ക സ്വദേശി ദാസ് പി ജോർജാണ് മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം അങ്ങ് ചോദിച്ചത്. എന്നാൽ ചോദ്യം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരാണ് ദാസ് പി ജോർജ്. ചോദ്യം വികസനത്തെക്കുറിച്ചും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ചുമായിരുന്നുവെന്ന് ദാസ് പി ജോർജ് പ്രതികരിച്ചു. താൻ പിണറായി വിജയന്റെ ആരാധകനാണെന്നാണ് ദാസിന്റെ മറുപടി. താൻ ചോദ്യം ഉയർത്തിയത് കൊണ്ട് പ്രസംഗം തടസ്സപ്പെടുന്ന അവസ്ഥ വന്നു, അതുകൊണ്ടാകാം മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിച്ചത് എന്നാണ് ദാസ് പറയുന്നത്. ഒരു എഴുതി വെച്ചു കൊണ്ടുവന്ന പ്രസംഗം അതങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും പ്രസംഗം കൊണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ഉപയോഗം? ജനങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി കൊടുത്താലല്ലേ അവർക്ക് ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു വിവാദം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇയാളെ കണ്ടുപിടിച്ച പാർട്ടി പ്രവർത്തകനും പിണറായിയുടെ ഫാനും ഒക്കെ ആയിട്ടുള്ള ഇയാളെ കണ്ടുപിടിച്ച് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ടേക്കുന്നത്. മുന്നോട്ടുള്ള വികസനത്തിന് പണം വേണം, കേന്ദ്ര ഫണ്ട് തടഞ്ഞിരിക്കുകയാണ്, ഇതേക്കുറിച്ചാണ് ചോദിക്കാൻ തുനിഞ്ഞതെന്നും ദാസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് കോന്നിയിൽ നടന്ന LDF കൺവെൻഷൻ ആയിരുന്നു സംഭവം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു സദസ്സിലിരുന്ന ഇയാൾ ചോദ്യം ഉന്നയിച്ചത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആയിരുന്നു ചോദ്യം. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലാതെ പിന്നെ മുഖ്യമന്ത്രി അങ്ങേക്ക് സുഖമാണോ, അങ്ങേ ഇനിയും മത്സരിക്കും വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ, അങ്ങയുടെ നിലവിലെ ഒരു
ഈ മുഖ്യമന്ത്രി സീറ്റ് മാറ്റാൻ ഉദ്ദേശമുണ്ടോ? അല്ലെങ്കിൽ അങ്ങ് താമസിക്കുന്ന ക്ലിഫ് ഹൗസിലെ പശുക്കൾക്ക് സുഖമാണോ? അങ്ങ് താമസിക്കുന്ന ക്ലിഫ് ഹൗസിലെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമാണോ? ക്ലിഫ് ഹൗസിലെ മരപ്പട്ടികൾ എന്ത് ചെയ്യുന്നു? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. അറിയില്ല. എന്തായാലും ഉടൻ തന്നെ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ ജനങ്ങൾ ഇനി എത്ര നാൾ സഹിക്കേണ്ടി വരുമെന്ന ചോദ്യമാണ്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ UDFകാർ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്ന ട്രോളി UDF സൈബർ ഇടങ്ങളും രംഗത്ത് വരുന്നുണ്ട്. ക്യാമറകൾക്ക് മുന്നിൽ സരസമായി സംസാരിക്കുന്ന പിണറായി വെറും PR വിജയനാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. തനി സ്വഭാവം പുറത്തു വന്നതാണെന്ന് UDFകാർ പരിഹസിക്കുന്നു. എന്തായാലും ആ ചോദ്യം ചോദിച്ച സഖാവിന്റെ അവസ്ഥയെയും പലരും പരിഹസിക്കുന്നുണ്ട്. ഈ സംഭവത്തോടെ പിണറായി ധാർഷ്ട്യം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ തുടർച്ചയായ 2ാം തവണയാണ് മുഖ്യമന്ത്രി വാവിട്ട് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ചെറ്റത്തരം പരാമർശവും വീട്ടിൽ പോയി പറയലും ഉന്നയിക്കും. PR ഏശുന്നില്ല എന്നാണ് ആരോപണം. നേരത്തെ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരന്റെ നിലപാടിനെ ചെറ്റത്തരമെന്നും വിശേഷിപ്പിച്ചിരുന്നു.